ഒരു നൂതന ടർബോഫാൻ എഞ്ചിനും അതോടൊപ്പം തന്നെ എഞ്ചിന്റെ ട്രാൻസ്ഫർ ഔട്ട് ടെക്നോളജിയും ഇന്ത്യക്ക് നൽകാൻ തയ്യാറായി മുന്നോട്ടെത്തിയിരിക്കുന്നു റഷ്യ. ഇന്ത്യയുടെ അതിമോഹമായ 5.5 ജനറേഷൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ AMCA പ്രോഗ്രാമിനായി നൂതന ടർബോഫാൻ എഞ്ചിൻ നൽകാൻ റഷ്യ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. റഷ്യയുടെ AL-41F1S എഞ്ചിനിൽ നിന്നുള്ള 5ാം തലമുറ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ക്ലിമോവ് RD-33 എഞ്ചിന്റെ പിൻഗാമിയാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ പോകുന്നത്. റഷ്യയുടെ ODK ക്ലിമോവ് വികസിപ്പിച്ചെടുക്കുന്ന അടുത്ത തലമുറ എഞ്ചിൻ ഇന്ത്യയുടെ AMCA ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി രൂപപ്പെടുത്തിയ പ്രധാന മുന്നേറ്റങ്ങളാണ് ഈ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ AMCAയ്ക്കായി DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വിവരിച്ചിരിക്കുന്ന സവിശേഷതകളുമായി തികച്ചും യോജിച്ചതാണ് ഈ എഞ്ചിൻ. ഇതിന്റെ പരമാവധി 110 kN ത്രസ്റ്റ് ഇത് നൽകും. റഷ്യയുടെ സുഖോയ് 35-ൽ ഉപയോഗിക്കുന്ന AL-41F1S നിന്ന് ഉരുത്തിരിഞ്ഞ ഗ്യാസ് ജനറേറ്ററും AL-51 എഞ്ചിനിൽ നിന്നുള്ള ചില ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും. അടിസ്ഥാനപരമായി ഇത് ഇസ്ഡെലി 177S എഞ്ചിന്റെ കോമ്പാക്ട് പതിപ്പാണ്. AMCA പോലെയുള്ള ഒളിഞ്ഞിരിക്കുന്നതും ബഹുമുഖവുമായ 5ാം തലമുറ പോരാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വർദ്ധിച്ച വിശ്വാസ്യത, ഉയർന്ന ട്രസ്റ്റ് ടു ഭാരം അനുപാതം, കുറഞ്ഞ പരിപാലന ആവശ്യകതകൾ എന്നിവ പോലുള്ള നൂതന സവിശേഷതകൾ പുതിയ എഞ്ചിനിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ 5ാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് കരുത്തുറ്റ എഞ്ചിനായുള്ള ഇന്ത്യയുടെ അന്വേഷണം തീവ്രമായ ചർച്ചയ്ക്കുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യൻ എയർഫോഴ്സും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റും പ്രധാനമായും പാശ്ചാത്യ കമ്പനികളായ സഫ്രാൻ, റോൾസ് റോയ്സ്, GE എന്നിവയുമായി ഇടപഴകുമ്പോൾ റഷ്യ ഇപ്പോൾ റഷ്യയുടെ പുതിയ തലമുറ എഞ്ചിൻ ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലും വികസിപ്പിച്ചെടുത്തിട്ടില്ലാത്ത എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ആശയപരമായ ഘട്ടത്തിലാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. റഷ്യയുടെ ഓഫർ പ്രതീക്ഷ നൽകുന്നതാണ് എങ്കിലും ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാനുമായി സർക്കാർ ഇതിനകം തന്നെ വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ്. സഫ്രാനുമായുള്ള സഹവികസന കരാർ 2025-ൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഓഫർ ഇന്ത്യക്ക് ഒരു വമ്പൻ ഓഫർ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.